ഹലോ ഗൈസ്, എല്ലാവർക്കും അവക്കാഡോസ് ഫ്രം ദുബായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അത്തപ്പൂക്കളം സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാർഡ്ബോർഡ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചെടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഡിസൈൻസ് ഒന്നും വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചെടുത്തത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ മുറിച്ചെടുക്കാം. അതായത് നമ്മൾ പൂവൊക്കെ അറിയുന്ന പോലെ തന്നെ ഏകദേശം ആ ഒരു സൈസിൽ വേണം എടുക്കാൻ. ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും എല്ലാം നിങ്ങൾക്ക് എടുക്കും. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ അധികം കളേഴ്സൊന്നും അവൈലബിൾ ആവാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കളേഴ്സേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളൊരു 4-5 കളേഴ്സൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഗ്രീൻ കട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇതാ റെഡാണ് കട്ട് ചെയ്യുന്നത്. റെഡ് ഞങ്ങളുടെ കയ്യിൽ അധികം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ റെഡ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതുപോലൊരു ലാവൻഡർ ഷെയ്ഡ് കവർ, ഇത് കട്ടിയുള്ളതാണ് കേട്ടോ, അതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതൊരു വൈറ്റ് ഗ്ലൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു വൈറ്റ് ഗ്ലൂ എടുത്തു. അതിനുശേഷം നമ്മൾ മുമ്പേ ഡിസൈൻ വരച്ച് വെച്ചിരുന്ന കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഏതൊക്കെ കളേഴ്സ് എവിടെ വരണമെന്നുള്ള രീതിയിൽ നമുക്കിതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ നടുക്ക് റെഡാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ റെഡ് കളറ് ഇതുപോലെ നമ്മൾ ഇച്ചിരി കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റെഡ് കളർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം യെല്ലോ കളർ ഇതുപോലെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ യെല്ലോ കളർ ഇടുവാണ്. യെല്ലോ ഇട്ടതിന് ശേഷം ഞങ്ങൾ ലാവൻഡർ ഷെയ്ഡാണ് ഇട്ട് ഇടുന്നത്. യെല്ലോയും ലാവൻഡർ ഷെയ്ഡും ഓൾട്ടർനേറ്റീവായിട്ട് പെറ്റൽസിന് കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പം ലാവൻഡർ ഷെയ്ഡ് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത പെറ്റലിനും ലാവൻഡർ ഷെയ്ഡൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുൾ യെല്ലോ ലാവൻഡർ എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ പെറ്റൽസിനൊക്കെ ഇതിട്ട് കൊടുത്തു. ഫുള്ള് നമ്മൾ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഡിസൈൻ പോലെ ഞങ്ങൾ വരച്ചെടുത്ത് ഞങ്ങൾ ബ്ലൂ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇച്ചിരി ഒരു കട്ടി കുറഞ്ഞ പോലത്തെ ഒരു കവറായിരുന്നു കേട്ടോ, ഡാർക്ക് ബ്ലൂ കളറായിരുന്നു. ഓക്കെ, അതങ്ങനെ അവിടെ ഇട്ട് കൊടുത്തു. ഇനി ഞങ്ങൾ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്സിലെല്ലാം ഞങ്ങൾ ഗ്രീൻ കളറായിരുന്നു ഇട്ട് കൊടുത്തത്. അതൊരു ഡാർക്ക് ഗ്രീൻ കളറ് ഇവിടെ ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള കളേഴ്സ് എല്ലാം ഇടാം. അപ്പോൾ ഏകദേശം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം ഇതിപ്പോൾ ഫിനിഷിങ് ടച്ചസ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്